ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. ട്രാവേഴ്സ് സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോംസ് എ ഫോം വർക്ക്. അതുപോലെ എന്താ, എല്ലാ സർവേ ലൈനിൻ്റെയും ലെങ്തും ഡയറക്ഷനും. ഓക്കെ, ലെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഈച്ച് സർവേ ലൈൻസ് ആർ മെഷേർഡ്. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാവാം, ഒന്നുകിൽ ആംഗിൾ ആവാം അല്ലെങ്കിൽ ബിയറിംഗ് ആവാം. ഇത്രയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത് അല്ലേ. ഇതെങ്ങനെയൊക്കെ നമുക്ക് ട്രാവേഴ്സിംഗ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഓക്കെ, എന്താ നമ്മുടെ ട്രാവേഴ്സിങ്ങിൻ്റെ ലക്ഷ്യം? എന്താ, നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലേ. x1/1 x2/2 തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ പോയിന്റുകളുടെയും കോർഡിനേറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏരിയയ്ക്ക് കോർഡിനേറ്റ് വെച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, അതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മൾ ട്രാവേഴ്സിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാവേഴ്സിങ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ടാണ്. നമ്മുടെ ഫീൽഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കോർഡിനേറ്റ് ആക്കാം, അതിനുശേഷം എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് ആക്കി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. സോ അതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാനുള്ളത്. എന്താ, കോർഡിനേറ്റ് സിസ്റ്റം ഇൻ ട്രാവേഴ്സിംഗ്. നമുക്കെങ്ങനെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എങ്ങനെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ശരി, ദേ ഞാനൊരു ട്രാവേഴ്സ് കൺസിഡർ ചെയ്യാം. ദേ ABCD എന്നുള്ള ഒരു ട്രാവേഴ്സ് ഞാൻ കൺസിഡർ ചെയ്തു. ABCD എന്നുള്ളൊരു ട്രാവേഴ്സ് കൺസിഡർ ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്യണം, കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സപ്പോസ് ഞാൻ എൻ്റെ AB എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഈ A പോയിന്റിന്, ഇതല്ലേ എൻ്റെ ഒറിജിനൽ പോയിന്റ്, അതുമല്ല ഏറ്റവും ലെഫ്റ്റ് പോർഷനിലുള്ള പോയിന്റ് A ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ എൻ്റെ റെഫറൻസ് ആക്കുന്നു. കോർഡിനേറ്റ് കാണാൻ എനിക്ക് എന്ത് വേണം, റെഫറൻസ് ആക്സിസ് വേണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് റെഫറൻസ് ആക്സിസ്. എക്സും വൈ ഉള്ള ആക്സിസുകൾ പറയുന്നവരാണ് എന്ത്, റെഫറൻസ് ആക്സിസ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, A0 എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ശരി, ഇതാ ഞാൻ ആ AB എന്ന് പറയുന്ന ലൈനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതാ AB എന്ന് പറയുന്ന ലൈനെ ഞാൻ മാറ്റി വരച്ചു. AB എന്ന് പറയുന്ന ലൈനെ ഞാൻ മാറ്റി വരച്ചു. നോക്കിയേ, A എന്താണ്, 0 ആണ് അല്ലേ. A എന്താണ്, 0 ആണ്. ട്രാവേഴ്സിങ് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടാവും, ABയുടെ ലെങ്തും ഉണ്ടാവും, അതുപോലെ ABയുടെ ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ABയുടെ ലെങ്തും ഉണ്ടാവും, ABയുടെ ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ട്രാവേഴ്സിങ്ങിൻ്റെ നമ്മൾ ചെയ്ത് പല മെത്തേഡ് വെച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത്. നോക്കിയേ, എനിക്ക് ഞാൻ 0 എന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ, എൻ്റെ എയിം എന്താ, ബിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ബിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി, ഒരു ലൈനിനെ ഞാൻ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ആക്കാനായിട്ട് അതിനെ എക്സിലും വൈയിലും റിസോൾവ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ ഞാൻ ഇവിടെ നിന്ന് എക്സ് എത്ര ദൂരം യാത്ര ചെയ്യണം. ഇതാണ് എന്ത്, എൻ്റെ എക്സ് കോർഡിനേറ്റ്. ഇതാണ് എൻ്റെ എക്സ് കോർഡിനേറ്റ്. അതായിരിക്കും എവിടെ വരുന്നത്, ഇവിടെ വരുന്നത് അല്ലേ. ശരി, ഇനി എന്താ വൈ കോർഡിനേറ്റ്. ഞാൻ ഇവിടെ നിന്നും എയിൽ നിന്നും ബിയിലെത്താൻ വൈ ആക്സിസിൽ കൂടി എത്ര യാത്ര ചെയ്യണം അല്ലേ. ഇത്രയും. ഇവിടെ നിന്നും എയിൽ നിന്ന് ഞാൻ ബിയിലെത്താൻ എത്ര യാത്ര ചെയ്യാനുള്ളത്, ഇത്രയാണ് യാത്ര ചെയ്യാനുള്ളത്. സോ ഇതായിരിക്കും എന്തെൻ്റെ വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിച്ചു, വൈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ശരി, ഇതിനെ എനിക്ക് എങ്ങനെ പറയാം, ഈ എക്സ് എന്ന് പറയുന്നത് ഏതാ, എക്സ്. ഓക്കെ, ഈ വൈ എന്ന് പറയുന്നത് ഈ വൈ ഓക്കെ ആണല്ലോ. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. നോക്കി, നമുക്ക് ലെങ്തും അറിയാം, അതുപോലെ ആംഗിളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വൈ കണ്ടുപിടിച്ചൂടെ. നോക്കിയേ, നമ്മുടെ സർവേ ലൈൻ AB എന്ന് പറയുന്ന സർവേ ലൈൻ വൈ ആക്സിസുമായിട്ട് തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, AB എന്ന് പറയുന്ന സർവേ ലൈൻ വൈ ആക്സിസുമായിട്ട് തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട്. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന വശം എപ്പോഴും എന്തായിരിക്കും, ആ ലൈനിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും. സോ ഈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, L1 കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, L1 കോസ് തീറ്റ. അതുപോലെ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എന്ത്, നമ്മുടെ എക്സ്. തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എന്ത്, എക്സ്. സോ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ,
ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതായിരുന്നു എൻ്റെ സർവേ ലൈൻ. ഇതിൻ്റെ ലെങ്ത് എന്താണ്? L-ആണ്. ഓക്കെ, L-ആണ്. എനിക്കിതിനെ ഇങ്ങനെയാണ് എന്ത് ചെയ്യാനുള്ളത്? റിസോൾവ് ചെയ്യാനുള്ളത്. ഈ ആംഗിൾ എത്രയാണ്? തീറ്റ ആണെന്ന് എനിക്കറിയാം അല്ലേ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? അതുകൊണ്ട് തീറ്റ ആയിരിക്കും അല്ലേ? കാരണം എന്താ? മൊത്തത്തിലെടുക്കുമ്പോൾ എനിക്ക് 180 കിട്ടണം. സോ ഈ L എന്ന് പറയുന്ന ലെങ്ത് y ആക്സിസുമായിട്ട് എന്ത് മേക്ക് ചെയ്യുന്നു? തീറ്റ മേക്ക് ചെയ്യുന്നു. സോ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? L-ൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും, L കോസ് തീറ്റ. ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്തായിരിക്കും? L-ൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും അല്ലേ? L സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് നമ്മൾ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ L കോസ് തീറ്റയെന്നും L സൈൻ തീറ്റയെന്നും നമ്മൾ മാറ്റി. AB ആണെന്ത്? എൻ്റെ സർവേ ലൈൻ. AB ആണ് എൻ്റെ സർവേ ലൈൻ. നോക്കിയേ, AB എന്ന സർവേ ലൈനിൻ്റെ ബിയറിംഗ് എടുത്തിരിക്കുന്നത് ഇവിടെ θ1 എന്ന് പറയുന്ന ബിയറിംഗ് എടുത്തിരിക്കുന്നു. സോ θ1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ബിയറിംഗ് അല്ലെങ്കിൽ ബിയറിംഗ് എടുത്തിരിക്കുന്നെങ്കിൽ ഈ വരേനെ പറയുന്ന പേരെന്താ? നമ്മുടെ റെഫറൻസ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? മെറിഡിയൻ അല്ലേ? മെറിഡിയൻ. ഓക്കെ, സോ ഇതെന്താണ്? റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? മെറിഡിയൻ ആണ്. മെറിഡിയൻ. ഈ വരയെന്ന് പറയുന്നത് y ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? മെറിഡിയൻ ആണ്. നോക്കിയേ, y ആക്സിസിന് പാരലായിട്ടാണ് നമുക്ക് എന്തുള്ളത്? ഈ y കോർഡിനേറ്റ് ഉള്ളത് അല്ലേ? നമ്മുടെ മെറിഡിയന് പാരലായിട്ടാണ് എന്തുള്ളത്? y കോർഡിനേറ്റ്. മെറിഡിയന് പാരലായിട്ടുള്ള നമ്മുടെ ലൈനിൻ്റെ ആ ഒരു ലെങ്തിനെ പറയുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, projected length of survey line along the direction of meridian. ഓക്കെ, മെറിഡിയൻ്റെ ഡയറക്ഷനിൽ ഞാൻ എൻ്റെ സർവേ ലൈനിൻ്റെ ലെങ്ത് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അതുപോലെ മെറിഡിയന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെങ്തിനെ മെറിഡിയന് പെർപെൻഡിക്കുലറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെങ്തിനെ പറയുന്ന പേരാണെന്ത്? ഡിപ്പാർച്ചർ. ഓക്കെ, ഇതാണെന്ത്? ഡിപ്പാർച്ചർ. സോ എനിക്ക് എന്താ പറയാം? എൻ്റെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ A ഞാൻ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബീൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ബീൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, മെറിഡിയന് പാരലായിട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ലാറ്റിറ്റ്യൂഡ്. മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ഡിപ്പാർച്ചർ. സോ എനിക്ക് ബിയിലെത്താൻ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഡിപ്പാർച്ചർ എക്സിൽ കൂടി യാത്ര ചെയ്യണം അല്ലേ? ഡിപ്പാർച്ചർ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് മേലിലേക്ക് ഞാൻ ലാറ്റിറ്റ്യൂഡ് മൂവ് ചെയ്യണം. ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതാണെന്ത്? ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ. ഇനി നമുക്കിത് 1-2 കണ്ടീഷൻസ് ഒന്ന് നോക്കാം. നമ്മുടെ ട്രാവേഴ്സ് ഏതായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ട്രാവേഴ്സ്. ABCD ഇതായിരുന്നു ട്രാവേഴ്സ്. എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? AB. ഓക്കെ, ഇനി എന്താ ഉള്ളത്? BC. ഓക്കെ, ഇനി എന്താ ഉള്ളത്? CD. ഇനി എനിക്ക് എന്താ ഉള്ളത്? DA. ഓക്കെ, ഈ 4 ലൈനും സർവേ ലൈനുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഈ 4 ലൈനുകളും ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? ഇതാ നോക്കിയേ, ഫസ്റ്റ് ലൈൻ നമ്മുടെ AB എന്ന് പറയുന്ന ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് നോർത്താണ്, ഇത് ഈസ്റ്റ് ആണ്. സോ AB എന്ന് പറയുന്ന ലൈൻ എവിടെ കിടക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അല്ലെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം? നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്ന് പറയാം അല്ലേ? നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ AB എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നത്. അതുപോലെ BC എന്ന് പറയുന്ന ലൈൻ, BC എന്ന് പറയുന്ന ലൈൻ എവിടെ കിടക്കുന്നത്? നോർത്ത് ഈസ്റ്റ് സൗത്ത് അല്ലേ? സോ എൻ്റെ സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് എൻ്റെ BC എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നത്. ഓക്കെ, DC ആണെങ്കിലോ?
ഏതാ നമ്മുടെ അടുത്ത ലൈൻ? എ ബി ബി സി സി ഡി. സി ഡി ആണ് നമ്മുടെ അടുത്ത ലൈൻ. ഓക്കെ, സി ഡി ആണെങ്കിലോ തേർഡ് ക്വാഡ്രന്റിലാണല്ലേ? സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് നമ്മുടെ തേർഡ് ക്വാഡ്രന്റിലാണ് എന്ത്? സി ഡി എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നത്. ഓക്കെ, ഏത് ക്വാഡ്രന്റാ? സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിൽ. നമ്മുടെ എ ഡി എന്ന് പറയുന്ന ലൈൻ, ഡി എ എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നതോ? ഡി എ എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നത് നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റിൽ അല്ലേ? നോർത്ത് വെസ്റ്റ്. ഓക്കെ, നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് നമുക്ക് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും മാത്രമേ നമുക്ക് എന്താ കണ്ടീഷൻ വരുള്ളൂ അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ലൈൻ, സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ലൈൻ, തേർഡ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ലൈൻ, ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കുന്ന ലൈൻ. ഓക്കെ ആണല്ലോ. ശരി, ഇനി എന്താ നമുക്കറിയാവുന്നത്? നമ്മൾക്ക് ഇവിടെ ഫോളോ ചെയ്യാനുള്ളത് നോർത്ത്. നമ്മളെല്ലാത്തിലും അങ്ങനെ ഫോളോ ചെയ്തിരുന്നത് അല്ലേ? നോർത്തിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? പോസിറ്റീവായിട്ട് എടുത്തു അല്ലേ? അതുപോലെ ഈസ്റ്റിനെയും നമ്മൾ എന്തായിട്ടെടുത്തു? പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോഴും പോസിറ്റീവ്, വലത്തേക്ക് പോകുമ്പോഴും പോസിറ്റീവ്. ബാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എങ്കിൽ താഴേക്ക് വരുമ്പോൾ എന്താണ്? നെഗറ്റീവ്. വലത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എങ്കിൽ ഇടത്തേക്ക് വരുമ്പോൾ എന്താണ്? നെഗറ്റീവ്. സോ ഞാൻ എന്ത് ചെയ്യുക? ഓരോ ലൈനിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെ ലാറ്റിറ്റ്യൂഡ്. എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? എലോങ് മെറിഡിയൻ അല്ലേ? സോ ഇതാണ് എന്തെൻ്റെ ലാറ്റിറ്റ്യൂഡ്. ഇതാണ് എൻ്റെ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡിപ്പാർച്ചർ. ഇതാണ് എൻ്റെ ലാറ്റിറ്റ്യൂഡ്, ഇതാണ് എൻ്റെ ഡിപ്പാർച്ചർ. ഓക്കെ, ഇതാണ് എൻ്റെ ലാറ്റിറ്റ്യൂഡ്, ഇതാണ് എൻ്റെ ഡിപ്പാർച്ചർ. നോക്കി, ബിയിലെത്താൻ ഞാൻ ലാറ്റിറ്റ്യൂഡ് എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയല്ലേ? മുകളിലേക്ക് പോയെങ്കിൽ അതെന്താണ്? പോസിറ്റീവ്. മുകളിലേക്ക് പോയെങ്കിൽ അതെന്താണ്? പോസിറ്റീവാണ്. ഓക്കെ ആണല്ലോ. ബിയിലെത്താൻ ഞാൻ ഡിപ്പാർച്ചർ എങ്ങോട്ട് പോയി? വലത്തേക്ക് പോയല്ലേ? വലത്തേക്ക് പോയാൽ അതെന്താണ്? പോസിറ്റീവാണ്. കാണാതൊന്നും പഠിക്കണ്ട, ഈ കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. മുകളിലേക്ക് പോയാൽ പോസിറ്റീവ്, വലത്തേക്ക് പോയാൽ പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ശരി, അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിലോ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം ലാറ്റിറ്റ്യൂഡ് നോക്കണം അല്ലേ? ലാറ്റിറ്റ്യൂഡ് ഞാൻ എങ്ങോട്ട് വന്നു? അതെ, താഴേക്ക് വന്നല്ലേ? ലാറ്റിറ്റ്യൂഡ് താഴേക്ക് വന്നാൽ നെഗറ്റീവ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം അല്ലേ? ഡിപ്പാർച്ചറിന് എന്ത് ചെയ്യാം? ഞാൻ മെറിഡിയനിൽ നിന്ന്, എൻ്റെ ആക്സിസിൽ നിന്ന് വലത്തേക്ക് പോയല്ലേ? വലത്തേക്ക് പോയാൽ എന്താ? പോസിറ്റീവ്. കണ്ടോ? പോസിറ്റീവ്. നെക്സ്റ്റ് ഏതാ? എൻ്റെ മൂന്നാമത്തെ ക്വാഡ്രന്റ് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എലോങ് നമ്മുടെ മെറിഡിയൻ. ഞാൻ എങ്ങോട്ട് വരണം? ദേ, ലാറ്റിറ്റ്യൂഡ് എവിടേക്ക് വരണം? താഴേക്ക് വരണം. ലാറ്റിറ്റ്യൂഡ് വന്നു താഴേക്ക് ആയതുകൊണ്ട് എന്താ? നെഗറ്റീവ്. നോക്കിയേ, ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ടു മെറിഡിയൻ അല്ലേ? മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് ദേ ഞാൻ ഇടത്തേക്ക് വന്നു. ഡിപ്പാർച്ചർ ഇടത്തേക്ക് വന്നപ്പോൾ അതെന്തായി? നെഗറ്റീവായി. ഇടത്തേക്ക് വന്നപ്പോൾ എന്തായി? നെഗറ്റീവായി. ദേ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആദ്യം ഞാൻ എന്താ? ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ലാറ്റിറ്റ്യൂഡ് മീൻസ് പാരലൽ ടു മെറിഡിയൻ. മെറിഡിയന് പാരലായിട്ട്. സോ ഞാൻ എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി. ലാറ്റിറ്റ്യൂഡ് മുകളിലേക്ക് പോയാൽ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അതുപോലെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഡിപ്പാർച്ചർ പെർപെൻഡിക്കുലർ ടു മെറിഡിയൻ യാത്ര ചെയ്യണം അല്ലേ? ഞാൻ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ടു മെറിഡിയൻ യാത്ര ചെയ്തു. ഓക്കെ, അതെന്താണ്? ഡിപ്പാർച്ചർ. ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് അതെന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇത് നമ്മൾ കാണാതെ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് പടം മാത്രം വരച്ച് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒരു ലൈൻ ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കണമെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ഇത് നമ്മൾ 8 കാര്യം കാണാതെ പഠിക്കണം. എന്താ? ഒരു ലൈൻ ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുകയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ്. ഒരു ലൈൻ സെക്കൻഡ് ക്വാർട്ടറിൽ കിടക്കുകയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ്, ഡിപ്പാർച്ചർ പോസിറ്റീവ്. ഇങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ പടം മാത്രം വരച്ചാൽ മതി. ഫസ്റ്റ് ക്വാർട്ടറിൽ ലൈൻ അറിയാം, സെക്കൻഡ് ക്വാർട്ടറിൽ ലൈൻ അറിയാം, തേർഡ് ക്വാർട്ടറിൽ ലൈൻ അറിയാം, ഫോർത്ത് ക്വാർട്ടറിൻ്റെ ലൈൻ അറിയാം. ഓക്കെ, വലത്തേക്ക് പോയാൽ പോസിറ്റീവ്, ഇടത്തേക്ക് വന്നാൽ നെഗറ്റീവ്, മുകളിലേക്ക് വന്നാൽ പോസിറ്റീവ്, താഴേക്ക് പോയാൽ നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ നോർത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? നോർത്തിലേക്കുള്ളത് എന്താണ്? പോസിറ്റീവാണല്ലേ? നോർത്തിലേക്ക് പോകുന്നത് എന്താണ്? പോസിറ്റീവാണ്. സോ നമുക്ക് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഒന്നുകിൽ എങ്ങോട്ട് പോകാം? മുകളിലേക്ക് അല്ലേ? മുകളിലേക്ക്. സോ നോർത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ എവിടേക്ക് പോവാം? താഴേക്ക് പോവാം അല്ലേ? സൗത്തിലേക്ക് പോവാം. നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോർത്തിങ്. അതിനെന്തെന്ന് പറയും? നോർത്തിങ് എന്ന് പറയും. സൗത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സൗത്തിങ്. ഓക്കെ, നോർത്തിങ് എന്താണ്? മുകളിലേക്ക് പോയാൽ പോസിറ്റീവ്. സൗത്തിങ് എന്താണ്? നെഗറ്റീവ്. ഓക്കെ,
ശരി. അതുപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡിപ്പാർച്ചറിനെ പറയാം. ഡിപ്പാർച്ചർ. ഓക്കെ, ഡിപ്പാർച്ചർ ഒന്നുകിൽ എങ്ങോട്ട് പോകാം? ഈസ്റ്റിലേക്ക് പോകാം അല്ലേ? ഈസ്റ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ എവിടേക്ക് പോകാം? വെസ്റ്റിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ഈസ്റ്റിലോട്ടാണ് അതിൽ പറയുന്നതെങ്കിൽ ഈസ്റ്റിംഗ് എന്ന് പറയും. വെസ്റ്റിലോട്ടാണെങ്കിൽ അതിനെന്തെന്ന് പറയും? വെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഈസ്റ്റ് പോസിറ്റീവാണ്, വെസ്റ്റ് നെഗറ്റീവാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതാ നോക്കിയേ, നമുക്ക് അടുത്തൊരു കാര്യം കൂടി നോക്കാം. ഇതാ നമ്മൾ 4 ലൈൻ വരച്ചല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ലൈൻ വരച്ചു, സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ലൈൻ വരച്ചു, തേർഡ് ക്വാഡ്രൻറ്റിലെ ലൈൻ വരച്ചു, ഫോർത്ത് ക്വാഡ്രൻറ്റിലെ ലൈൻ വരച്ചു. തേർഡ് ക്വാഡ്രൻറ്റ്, നമ്മുടെ ഫോർത്ത് ക്വാഡ്രൻറ്റ്, 4 ക്വാഡ്രൻറ്റിലെ വര നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ഒന്നുകിൽ എനിക്ക് എന്തൊക്കെയാണ് വേണ്ട? ലെങ്ത് വേണം, ഡയറക്ഷൻ വേണം. ഡയറക്ഷനായിട്ട് നമ്മളിവിടെ ബിയറിങ്ങിനെയാണ് നോക്കുന്നത്. നോക്കിയേ, ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരേ മാർഗ്ഗമുള്ളൂ. എന്താ മാർഗം? ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്യുക. അതേസമയം ബിയറിങ് കണ്ടുപിടിക്കാൻ, ബിയറിങ് എനിക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിങ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. എന്താ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെ തീറ്റ എടുക്കണം, ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ തീറ്റ എടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങനെ തീറ്റ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ തീറ്റ എടുക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ്. ഓക്കെ, ഹോൾ സർക്കിൾ ബിയറിംഗ് നമുക്ക് എങ്ങനെ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, എങ്ങനെ ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാം ഒരു ലൈനിൻ്റെ? ഒന്നുമില്ല, ലാറ്റിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്താ? എൽ കോസ് തീറ്റ. ഇവിടുത്തെ തീറ്റേൻ്റെ വാല്യൂ എത്രയായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു 0 to 90 ആയിരിക്കും അല്ലേ? 0 to 90 ഡിഗ്രി. അതൊക്കെ നമുക്കറിയാം. 0 to 90 ഡിഗ്രി. ഇവിടെ എത്രയായിരിക്കും? 90 to 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ എത്രയായിരിക്കും? 180 to 270 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇവിടെ എത്രയായിരിക്കും? 270 to 360 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കിയേ, നമ്മൾ ഈ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് നമ്മുടെ ബിയറിംഗ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട, സൈനുകളൊന്നും നോക്കണ്ട. പോസിറ്റീവാണോ നെഗറ്റീവാണോ നോർത്താണോ ഈസ്റ്റാണോ ഒന്നും നോക്കണ്ട. ജസ്റ്റ് എൽ കോസ് തീറ്റയിൽ ഈ തന്നിരിക്കുന്ന തീറ്റയുടെ വാല്യൂ മാത്രം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യേണ്ട? സൈൻ നമ്മൾ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യേണ്ട. നമ്മളായിട്ട് സൈനിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. കാരണം എന്താ? ഓട്ടോമാറ്റിക്കലി നമുക്ക് സൈൻ കിട്ടിക്കോളും. ഓക്കെ, സൈൻ will get ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടിക്കോളും? സൈൻ അങ്ങ് കിട്ടിക്കോളും. നമ്മൾ എന്ത് ചെയ്യേണ്ട? സൈനെ കുറിച്ച് ഇത് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് അല്ലേ, ഇത് നോർത്താണോ ക്വാഡ്രന്റിനെ കുറിച്ചൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതുപോലെ ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൽ സൈൻ തീറ്റ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? സൈനെ കുറിച്ചോ ക്വാഡ്രന്റിനെ കുറിച്ചോ ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി സൈൻ കിട്ടിക്കോളും. അതാണെന്ത്? ഹോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലെങ്ത്, എക്സാമ്പിൾ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഓക്കെ, ബിയറിംഗ് ഈസ് ഈക്വൽ ടു 288 ഡിഗ്രി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എൽ കോസ് തീറ്റ ചെയ്താൽ മതി. നിങ്ങളൊന്നും ആലോചിക്കേണ്ട, 100 ഇൻറ്റു കോസ് 288 ഡിഗ്രി ചെയ്താൽ മതി. ഓക്കെ, കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 288 എന്ന് പറയുമ്പോൾ ഇവിടെ വരും നമുക്ക്. 288 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? മുകളിലേക്കായിരിക്കും. സോ കിട്ടുന്ന ഉത്തരം ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, അതുപോലെ ഞാൻ എന്ത് ചെയ്യണം? ഇനി ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം അല്ലേ? ഡിപ്പാർച്ചറിൻ്റെ ഇക്വേഷൻ എന്താ? എൽ സൈൻ തീറ്റ. എൽ ഇൻറ്റു സൈൻ 280 ഡിഗ്രി. സൈൻ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ 280 ഡിഗ്രി. നിങ്ങൾ ഏത് ക്വാഡ്രൻ്റെന്നൊന്നും നോക്കണ്ട, കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിക്കോളും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ സംഭവിച്ചോളും. അതാണെന്ത്? നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ ഈ 4 ക്വാഡ്രന്റിലും ആംഗിൾ തന്നാൽ നമ്മൾ ചെയ്യാനുള്ള രീതി, എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്ത ഒരു സിസ്റ്റം കൂടെ ഉണ്ടല്ലേ നമുക്ക്. അതെന്താ? ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 വര വരയ്ക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇനി എന്താ? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇനി ഏതിലാ? തേർഡ് ക്വാഡ്രൻറ്റ്. ഇനി ഏതിലാ? ലാസ്റ്റ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുക? ക്വാഡ്രൻറ്റ് വരയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ലാസ്റ്റ് ഏതാ? ഫോർത്ത് ക്വാഡ്രൻറ്റ് അല്ലേ? ഈ 4
ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ ബിയറിംഗ് എങ്ങനെയായിരിക്കും? ദേ ആദ്യം ഇതല്ലേ, ഇവിടുത്തെ ഏതായിരിക്കും? ദേ ഇതല്ലേ. ഇവിടുത്തെ ഏതായിരിക്കും? ഇത്. ഇവിടുത്തെ ഏതായിരിക്കും? ഇത്. ഇതാ നോക്കി, നമുക്ക് കിട്ടുന്ന തീറ്റകൾ എപ്പോഴും വേരി ചെയ്യുന്ന ഇവിടെ തൊട്ടായിരിക്കും? തീറ്റ ഓൾവേസ് വേരീസ് ഫ്രം 0 to 90. 0 to 90. നോക്കി, ഈ 0 to 90 ആണ് നമ്മൾ തീറ്റ വേരി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ ഇക്വേഷൻ ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. അതുപോലെ ഡിപ്പാർച്ചർ ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കി, ഇവിടെ കിട്ടുന്ന തീറ്റ എപ്പോഴും എത്രയായിരിക്കും? 0 to 90 ആയിരിക്കും അല്ലേ? 0 to 90 മാത്രമേ നമുക്കിവിടെ തീറ്റ വേരി ചെയ്യത്തുള്ളൂ. 0 to 90 വേരി ചെയ്യുന്നതിൽ ഞാൻ സൈൻ എടുത്താലും കോസ് എടുത്താലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, സൈൻ എടുത്താലും കോസ് എടുത്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ സൈൻ 0, 0, 30, 45, 60, 90 അല്ലേ? 0ക്കും 90ക്കും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും? 0, 1/2, 1/√2, √3/2, 1. നോക്കി, കിട്ടിയ ഉത്തരം എല്ലാം എന്താണ്? പോസിറ്റീവ് ആണല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് സിമ്പൽ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ക്വാഡ്രൻ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ ക്വാഡ്രൻ്റ് ഏതാണെന്ന് നോക്കി മാത്രമേ ചെയ്യത്തുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഇവിടെ എന്താണ്? ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറും കണ്ടുപിടിക്കണം. ലാറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? മുകളിലേക്ക്. സോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഡിപ്പാർച്ചർ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് മെറിഡിയൻ്റെ അതേ ഡയറക്ഷൻ താഴോട്ടാണ് അല്ലേ? സോ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറിഡിയന് പെർപെൻഡിക്കുലർ, പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ദേ ഇവിടെ എന്താണ് ലാറ്റിറ്റ്യൂഡ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമ്മുടെ മെറിഡിയന് പാരലായിട്ട് താഴോട്ടല്ലേ? നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ്. നമുക്ക് ഡിപ്പാർച്ചർ എന്ത് വരും? ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് അല്ലേ? ലെഫ്റ്റിലേക്ക് എന്താണ്? നെഗറ്റീവ്. ഇവിടെ ലാസ്റ്റ് കണ്ടീഷനിൽ എന്താണ്? നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്ക് അല്ലേ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മുകളിലേക്ക്. ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. ഡിപ്പാർച്ചർ എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്ക് അല്ലേ? ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. സോ നമ്മുടെ ഇക്വേഷൻ മറ്റേ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. എന്താ? ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ, ഡിപ്പാർച്ചർ ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ നമ്മൾ ക്വാഡ്രന്റ് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉദാഹരണത്തിന് ഞാൻ തരുന്നു ലൈൻ ഓഫ് എക്സാമ്പിൾ. ലെങ്ത് ഓഫ് ലൈൻ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഓക്കെ, ബിയറിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ തരുമ്പോൾ എപ്പോഴും 0ക്കും 90ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും അല്ലേ? 60 ഡിഗ്രി എന്ന് ഞാൻ തരികയാണ്. നിങ്ങളടുത്ത് ഓരോ തവണയും ഓരോ ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കണം. അത് ആദ്യമേ പ്ലസ് എന്ന് ഇവിടെ എഴുതി വെക്കണം. പ്ലസ് നമ്മൾ സിമ്പൽ ഇടാതെ നിൽക്കരുത്. പ്ലസ്, ലാറ്റിറ്റ്യൂഡിന് പ്ലസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എൽ കോസ് തീറ്റ. ഡിപ്പാർച്ചർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ പ്ലസ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. സോ ഞാൻ എന്ത് ചെയ്യണം? പ്ലസ് ആദ്യമേ ഇട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എൽ സൈൻ തീറ്റ. ഓക്കെ, ഞാൻ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ ഞാൻ എന്ത് എഴുതുക? എൻ്റെ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാം. സോ ഞാൻ ആദ്യമേ നെഗറ്റീവ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എൽ കോസ് തീറ്റ. ഡിപ്പാർച്ചർ എന്താ? പോസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. പോസിറ്റീവ് എന്ന് എഴുതുക. എൽ സൈൻ തീറ്റ. ഓക്കെ, അടുത്തത് ഇവിടെ എന്താ? തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാം. നെഗറ്റീവ് എഴുതിയിട്ട് എൽ കോസ് തീറ്റ. ഡിപ്പാർച്ചറും നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാം. സോ ഞാൻ നെഗറ്റീവ് എഴുതുക. എൽ സൈൻ തീറ്റ. കണ്ടോ? ഓക്കെ, അടുത്ത ലാസ്റ്റിൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. എൽ കോസ് തീറ്റ. ഡിപ്പാർച്ചർ നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാം. നെഗറ്റീവ് ഇടുക. എൽ സൈൻ തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലും ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലും നമ്മുടെ ബിയറിങ്ങുകൾ തന്നാൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കാനുള്ളത്. ശരി, ഇനി നമ്മൾ ഈ ചെയ്തതെല്ലാം എന്തിനാ? കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിരുന്നല്ലേ? ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു ഫിഗറിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഫസ്റ്റ് ഫിഗറിലേക്ക് തന്നെ പോവാം. എ ബി സി ഡി, ABCD എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എയിന് 0, 0 എന്ന് കൺസിഡർ ചെയ്തു.
ഓക്കെ, എനിക്ക് എല്ലാ സർവേ ലൈനിൻ്റെ എന്തൊക്കെ അറിയാം? ലെങ്ത്തും അറിയാം, L1, L2, L3, L4. അതുപോലെ എനിക്ക് എന്തറിയാം? ഇവയുടെ എല്ലാം ബിയറിങ്ങുകളും അറിയാം. ഓക്കെ, ബിയറിങ് ഞാനിപ്പോൾ ഇനി തൊട്ട് ഞാൻ പറയുന്നതെല്ലാം എന്തിനായിരിക്കും? ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ മാത്രമാണ് പറയുന്നത്. ക്വാഡ്രന്റിൽ തന്നാൽ നമ്മൾ അത് കണക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ എനിക്കെന്തറിയാം? θ1 അറിയാം, അതുപോലെ θ2 അറിയാം, അതുപോലെ θ3 അറിയാം, അതുപോലെ θ4 അറിയാം. ഇങ്ങനെ ലൈനിൻ്റെ ലെങ്തും ഡയറക്ഷനും കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാവേഴ്സിങ് അല്ലേ? ഇത്ര നമുക്കറിയാം. അതുപോലെ എന്താ? ഓരോ ലൈനിൻ്റെ എക്സ് ആക്സിസിലുള്ളയും വൈ ആക്സിസിലുള്ളയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമുക്കറിയാം അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ എ ബിയുടെ കോർഡിനേറ്റ് എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. ഓക്കെ, എ ബിയുടെ കോർഡിനേറ്റ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഇത് 0, 0 ആണെങ്കിൽ, ഓക്കെ, ഇത് 0, 0 ആണെങ്കിൽ ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നു. എ ബി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ എന്തെന്ന് പറയുന്നു? ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നു. ഓക്കെ, ഇത് 0, 0 ആണെങ്കിൽ ഞാൻ ബിയിലെത്താൻ ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ സഞ്ചരിക്കണം അല്ലേ? എക്സ് ആക്സിസിൽ കൂടി. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് സഞ്ചരിക്കണം അല്ലേ? സോ അതെന്താണ്? ലാറ്റിറ്റ്യൂഡ്. അതെന്താണ്? ഡിപ്പാർച്ചറാണ്. ഡിപ്പാർച്ചർ ഓഫ് ഫസ്റ്റ് ലൈൻ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? മെറിഡിയന് പാരലായിട്ട് സഞ്ചരിക്കുക. മെറിഡിയന് പാരലായിട്ടെന്ന് പറയുമ്പോൾ L1. ഇതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമുക്ക് ട്വിസ്റ്റ് ഉള്ളത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ 0, 0 എന്ന് എടുത്തു. എനിക്കിതിനെ D1, L1 എന്ന് കിട്ടി. D1 ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ് D1 ഇക്വേഷൻ? L സൈൻ തീറ്റ. L ആകുമ്പോൾ നമ്മുടെ L1 സൈൻ തീറ്റ. ഇവിടെ എന്താണ്? L1 കോസ് തീറ്റ. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, ശരി. ഇനി ഞാൻ സിയിലെത്തണം. എനിക്ക് സിയിലെത്താനായിട്ട് ഞാൻ എന്താ? ഇതെൻ്റെ സെക്കൻഡ് ലൈനാണ്. സെക്കൻഡ് ലൈനിൽ ഞാൻ എന്ത് ചെയ്യണം? സിയിലെത്താൻ ഇവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിപ്പാർച്ചർ യാത്ര ചെയ്യുക അല്ലേ? ഡിപ്പാർച്ചർ. സോ D2 ഞാൻ യാത്ര ചെയ്യണം. D2. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? L2 താഴേക്ക് യാത്ര ചെയ്യണം അല്ലേ? L2. ഓക്കെ ആണല്ലോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്താ? ഈ ഒരു കോർഡിനേറ്റിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഈ സി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് B0, 0 എന്നാണ്. മനസ്സിലായല്ലോ? എയെ 0, 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ എനിക്ക് D1, L1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ബിയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ 0, 0 ബിയിൽ 0, 0 കൺസിഡർ ചെയ്താൽ മാത്രമേ സിയിൽ എനിക്ക് D2, L2 എന്ന് പറയുന്ന കോർഡിനേറ്റ് കിട്ടത്തുള്ളൂ. അതേസമയം ഞാൻ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒറിജിൻ ഇതാണെങ്കിൽ ഈ D2 കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ D1ഉം രണ്ടാമത്തെ D2ഉം കൂടി ആഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടുത്തെ D കിട്ടത്തുള്ളൂ. അതായത് D1 + D2 ആവും. അതുപോലെ L2 എന്ന് പറയുന്നത് എന്താവും? L1 + L2 ആവും. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോർഡിനേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0, 0 കൺസിഡർ ചെയ്തു. ഇവിടെ 0, 0 കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0, 0 കൺസിഡർ ചെയ്തു. ഇവിടെ 0, 0 കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 0, 0 കൺസിഡർ ചെയ്യും. ഓക്കെ, ഇവിടെ 0, 0 കൺസിഡർ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഡിപ്പാർച്ചർ 3, ലാറ്റിറ്റ്യൂഡ് 3 ആയിരിക്കും. ഇവിടെ ഞാൻ 0, 0 കൺസിഡർ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 0, 0 ഡിയിൽ ഞാൻ 0, 0 കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ തൊട്ട് ബാക്കിലത്തെ കോർഡിനേറ്റ് ഞാൻ 0, 0 ആക്കുന്നു. അതായത് ബി കണ്ടുപിടിക്കാൻ ഞാൻ എ 0, 0 ആക്കുന്നു. സി കണ്ടുപിടിക്കാൻ ബി 0, 0 ആക്കുന്നു. ഡി കണ്ടുപിടിക്കാൻ സി 0, 0 ആക്കുന്നു. അതായത് ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നു, സി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡി സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ കോർഡിനേറ്റ് എഴുതുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ് സിസ്റ്റം. ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ളത് അല്ലേ? കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് സിസ്റ്റം. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ?
തൊട്ട് അടുത്തുള്ളത് അല്ലേ. അങ്ങനെ തൊട്ട് അടുത്തുള്ളതിനെ വെച്ചിട്ടാണ് ഞാൻ ഓരോ പോയിന്റിന്റെ കോർഡിനേറ്റ് പറയുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് സിസ്റ്റം അഥവാ ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ് സിസ്റ്റം. അതുപോലെ ലാസ്റ്റ് അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ABCD കൺസിഡർ ചെയ്യുന്നു, ABCD കൺസിഡർ ചെയ്യുന്നു. ഞാൻ ഇവിടെ മാത്രമേ എൻ്റെ ഒറിജിൻ എടുക്കുന്നുള്ളൂ. ഇതെന്താണ് എൻ്റെ ഫസ്റ്റ് ലൈൻ, ഇതെന്താണ് എൻ്റെ സെക്കൻഡ് ലൈൻ, ഇതെന്താണ് എൻ്റെ തേർഡ് ലൈൻ, ഇതെന്താണ് എൻ്റെ ഫോർത്ത് ലൈൻ. ഈ ഒറിജിനെ വെച്ചിട്ട് ഞാൻ എല്ലാ കോർഡിനേറ്റും എഴുതണം. സോ ഇവിടെ എന്ത് വരുവാടാ? D1 L1 വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? D1 പ്ലസ് D2. ഇവിടം തൊട്ട് ഇവിടം വരെ വരാൻ ഞാൻ യാത്ര ചെയ്യണം. ഇവിടം തൊട്ട് ഇതുവരെ വരാൻ ഞാൻ D1 യാത്ര ചെയ്യണം. ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ എത്ര യാത്ര ചെയ്യണം? D2 യാത്ര ചെയ്യണം. സോ ഇവിടെ ടോട്ടൽ എത്രയായി? D1 D2 അല്ലേ. സോ D1 പ്ലസ് D2, അതുപോലെ L1 പ്ലസ് L2. ഓക്കെ, ഞാൻ കോമൺ ഒറിജിനിൽ നിന്നും എടുത്തു. അതുപോലെ ഇവിടെ വരുമ്പോഴോ, നമ്മുടെ ഡിയിൽ വരുമ്പോഴത്തേക്കോ ഇതെന്താവും? D1 പ്ലസ് D2 പ്ലസ് D3 ആവും അല്ലേ. അതുപോലെ ലാറ്റിറ്റ്യൂഡ് എന്താവും? L1 പ്ലസ് L2 പ്ലസ് L3 ആവും. ഇങ്ങനെ ഒരു കോമൺ ഒറിജിനിൽ നിന്നും ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണെന്ത്? ഇൻഡിപെൻഡന്റ്. കാരണം എന്താ? ഞാൻ C കണ്ടുപിടിക്കാൻ എനിക്ക് B അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ A വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് പറയാം? ആഡ് ചെയ്തു പോകുന്നത് കൊണ്ട് ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് രീതിയിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോർഡിനേറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ടോട്ടൽ കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആദ്യം പറഞ്ഞ ഏരിയയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ കോർഡിനേറ്റ്സ് ഫോർ ഫൈൻഡിങ് ദി ഏരിയ. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനെ x1 y1 x2 y2 x3 y3 എന്നൊക്കെ എഴുതുന്ന ഇതെന്തായിരിക്കും? ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കണം. സോ ഡിപ്പെൻഡന്റ് കോർഡിനേറ്റ് ആയിട്ട് തന്നാലും നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാമെന്ന് പഠിച്ചു. അതിന് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കോർഡിനേറ്റിലേക്ക് നമ്മുടെ റീഡിങ്ങുകൾ എങ്ങനെ മാറ്റാമെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് എറർ വന്നാൽ എങ്ങനെ ആ എററുകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ എററിന്റെ കാൽക്കുലേഷൻ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.